കഴിഞ്ഞ ദിവസം വാർത്തയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കേരളത്തിൽ തന്നെ മുലപ്പാൽ കൊടുക്കുന്നതിന് സമയത്ത് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി ഒരു പിഞ്ചു കുഞ്ഞ് മരണമടയുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് അമ്മയുടെ കയ്യിലിരുന്ന് മരണമടയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? പ്രധാനമായിട്ടും പാൽ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ ശ്വാസകോശത്തിലേക്ക്, ശ്വാസനാളത്തിലേക്ക് പാൽ ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏതൊരു കുഞ്ഞിനും, പിഞ്ചു കുഞ്ഞിനും സംഭവിക്കാവുന്ന ഒരു അപകടമാണിത്. അതുകൊണ്ട് തന്നെ മുലപ്പാൽ നൽകുന്ന സമയത്ത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനമായിട്ട്, നിങ്ങളുടെ കുഞ്ഞിന് ഇരുന്നു കൊണ്ട് മാത്രമേ പാൽ കൊടുക്കാൻ പാടുള്ളൂ. പലപ്പോഴും കുട്ടികൾക്ക് അമ്മമാർ ഉറങ്ങുന്ന സമയത്ത് അടുത്ത് കിടത്തി മുലപ്പാൽ കൊടുത്തുകൊണ്ട് ഉറങ്ങാറുണ്ട്. ഇത് പലപ്പോഴും കുഞ്ഞിന്റെ വായിൽ, ശ്വാസനാളത്തിലേക്ക് പാല് ഇറങ്ങുന്നതിനും കുട്ടിക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ശ്വാസകോശ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അപകടം, ന്യൂമോണിയ പോലുള്ള പ്രോബ്ലംസോ, മരണം തന്നെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എപ്പോഴും ഇരുന്നു കൊണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുക തന്നെ വേണം. രണ്ടാമത്തെ കാര്യം, പാൽ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ തല ഉയർത്തിപ്പിടിച്ച് വേണം പാൽ കൊടുക്കാൻ. കുഞ്ഞിന്റെ തല ഉയരത്തിലും ശരീരം താഴെയായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ പാൽ കൊടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല, കുഞ്ഞിന്റെ വായില് മുലക്കണ്ണും ഏരിയോളർ സ്പേസും കൃത്യമായിട്ട് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നുണ്ട്. വെറുതെ വായുടെ സൈഡിൽ വച്ചാൽ മാത്രം പോരാ, അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ അമ്മമാര് കുഞ്ഞ് വല്ലാണ്ട് കരയുന്ന സമയത്ത് കരച്ചിൽ മാറ്റുന്നതിന് വേണ്ടി കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സ്വഭാവമുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. നിലവിളിക്കുന്ന കുഞ്ഞിന്റെ വായിലേക്ക് നിങ്ങൾ മുലപ്പാൽ ഇറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ ശ്വാസകോശത്തിലേക്ക് പാല് പോകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അങ്ങനെ ചെയ്യരുത്. നമ്മുടെ പല അമ്മമാർക്കും പാല് ഒരുപാട് നിറഞ്ഞിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ വളരെയധികം പാല് കുഞ്ഞിന് ഒരു ചെറിയ സമയം കൊണ്ട് വായിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും ഉയർന്ന അളവിൽ വായിലേക്ക് പാലെത്തുമ്പോൾ ശ്വാസനാളത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മുലപ്പാലിന്റെ പ്രഷർ കൂടുതലാണ്, ഉയർന്ന അളവിൽ പാല് കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് പമ്പ് നിന്ന് മേടിക്കാൻ കിട്ടും. കുറച്ച് പാൽ പിഴിഞ്ഞെടുത്ത് നിങ്ങൾ ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വല്ലതും സൂക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്തെല്ലാം ചെറിയ ബോട്ടിൽ അടച്ച് കുഞ്ഞിന് ഈ മുലപ്പാൽ നൽകാനായിട്ട് ഉപയോഗിക്കാം. വിദേശ രാജ്യങ്ങളിലെല്ലാം ചെയ്യുന്ന കാര്യമാണിത്. മുലപ്പാൽ കളയാതെ സൂക്ഷിച്ചു വെച്ച് പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞിന് വയറ് നിറഞ്ഞു എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ കുഞ്ഞിനെ തോളത്ത് കിടത്തിയോ മടിയിൽ കിടത്തിയോ നന്നായിട്ട് തട്ടി വയറിനകത്തുള്ള ബാക്കിയുള്ള ഗ്യാസ് കളയണം. പലപ്പോഴും കുഞ്ഞുങ്ങളെ തോളത്ത് കിടത്തി തട്ടുമ്പോൾ അയ്യോ കുഞ്ഞിന് വേദനിക്കുമോ, കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം വരുമോ, എല്ലുകൾ ഒടിയുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയത്തില് പേരിന് ഒരു നേർച്ച പോലെ അമ്മമാരെ തട്ടാറേ ഉള്ളൂ. അത് ചെയ്താൽ പോരാ. കൃത്യമായിട്ട് കുഞ്ഞിന്റെ ഈ നമ്മുടെ കൈപ്പത്തിയുടെ ഉൾഭാഗം കുഞ്ഞിന് നന്നായിട്ട് തട്ടി ഗ്യാസ് പോകുന്നത് വരെ തട്ടി കുഞ്ഞിന്റെ ഗ്യാസ് കളഞ്ഞതിന് ശേഷം മാത്രമേ കിടത്താവുള്ളൂ. ഇല്ലെങ്കിൽ പാല് തിരിച്ച് തികട്ടി മുകളിലേക്ക് വന്ന് ശ്വാസനാളത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഏറെയാണ്. എല്ലാ മുല കൊടുക്കുന്ന അമ്മമാരുടെ അറിവിലേക്കായിട്ട് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യൂ. ഉറപ്പായിട്ടും ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടും.